Good afternoon. Good afternoon, miss. Good afternoon. Good afternoon. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചോ നിങ്ങള്? ഫുഡൊക്കെ Good കഴിച്ചോ? afternoon. കഴിച്ചു മാം. പ്രേയർ ആരാ ചെയ്യുന്നേ? പ്രേയർ PG ആയതുകൊണ്ടാണ്. ഞാൻ ചെയ്യാം മാം. കഴിഞ്ഞ പ്രാവശ്യം മായ തന്നെയല്ലേ ചെയ്തേ? ഞാൻ മിക്കവാറും ചെയ്യാറുണ്ട്. നല്ല കുട്ടിയാണ് കേട്ടോ, ചെയ്തോളൂ. Okay ma'am, thank you. Walking with the Lord, we are walking in the morning. Lift up your hearts, you are walking with God. Singing to the Lord, we are singing in the sunshine. Lift up your hearts, for you are singing to the Lord. Hand in hand with everyone, we are walking, black and white, brown together, walking, singing new songs now, living new lives, building new bridges, walking distance smile, walking with the Lord, we are walking in the morning. Lift up your hearts, you are walking with God. Thank you ma'am, thank you all. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ മായ. Thank you ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മീഷണറെ കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തായിരുന്നോ? മാം പറഞ്ഞത് 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതിനെ കുറിച്ച് നോക്കാനല്ലേ. ഞാൻ ഒത്തിരി കമ്മീഷൻ നോക്കിയില്ല. സോറി, നോക്കിയായിരുന്നോ 2020 NEP നോക്കിയായിരുന്നോ? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ജസ്റ്റ് നോക്കിയായിരുന്നു മാം, നോക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും നോക്കിയായിരുന്നോ? Yes, miss. എന്താ മനസ്സിലായത് നോക്കിയിട്ട് മായക്ക്? ഇത് മനസ്സിലായി? എക്സ്പ്ലെയിൻ ചെയ്തേ. സത്യം പറഞ്ഞ ഈ പോളിസി വായിച്ചൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞ കുറച്ച് ഇതായി, പാനിക്കായി. കാരണം ഇനി കേറ്റക്റ്റും ടെക്റ്റും ഒക്കെ CBSE ആയാലും അല്ലാത്ത സ്കൂളിലായാലും നിർബന്ധം പറഞ്ഞപ്പോ ദൈവം ഇനി ഇതൊക്കെ എഴുതണോന്ന് ആലോചിച്ചു. അത്ര മാത്രം. അങ്ങനെയുള്ള ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, തുടങ്ങിയിട്ടില്ല. ആ ഒരു പഠിപ്പിച്ചിരിക്കുന്നത് മാത്രം സ്ട്രക്ചർ. ഓക്കെ മാം. ഓക്കെ, ഇതിനെ കുറിച്ച് പറയണല്ലോ മിസ് പറഞ്ഞത്. എന്നോട് ജസ്റ്റ് എന്താണെന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ, ഇതിനെ കുറിച്ച് പറയണോ? വേണ്ട വേണ്ട, ഞാൻ പിന്നെ ചോദിച്ചോളാം. നമുക്ക് നെക്സ്റ്റ് വേറൊരു ചാപ്റ്റർ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടൈം പോകും. ഞാൻ പറയിപ്പിക്കാം, ഫസ്റ്റ് തീരാറാവട്ടെ കേട്ടോ, എന്നിട്ട് പറയാം. എഴുതി വെക്കുന്നവര് ബാക്കിയുള്ളവർ എത്ര പേര് എഴുതിയിട്ടുണ്ട് ഇതിനെ കുറിച്ച്? Unit 3 roles and responsibilities, early childhood education, family engagement. ഈ ഒരു PDF ഫസ്റ്റ് പേജ് നിങ്ങൾ വായിച്ചായിരുന്നോ? വായിച്ചു നോക്കിയോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് ഫാമിലി, എന്താ പറയാ, ഫാമിലി എൻഗേജ്മെന്റ്, ഏർലി ചൈൽഡ്ഹുഡ്, അതായത് കുട്ടികളുടെ വളരെ ചെറുപ്പ സ്റ്റേജിൽ അല്ലെങ്കിൽ അവരുടെ ഏർലി സ്റ്റേജില് ഫാമിലിയെ എങ്ങനെ അവരുടെ എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്താം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നത്. അപ്പോ ഈ ഒരു ചാപ്റ്ററിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, കുട്ടിക്കാലത്തെ എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനില് അധ്യാപകരും അതുപോലെ തന്നെ, അതായത് ടീച്ചേഴ്സും അതുപോലെ തന്നെ പാരന്റ്സും ഫാമിലി ഇന്ററാക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലെ? അതായത് വളരെ ചെറിയ കാലഘട്ടത്തില് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും? അവരെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാനുണ്ട് അല്ലെ? ബേസ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് പകർന്നു കൊടുക്കാനുണ്ട് അല്ലെ? അറിവ് പലതരത്തിൽ അവർക്ക് നമുക്ക് പറഞ്ഞറിയിക്കാനുണ്ട് അല്ലെ? അപ്പോ അതിന് ആരൊക്കെയാണ് കൂടുതലായിട്ട് സഹായിക്കുന്നത്?
ആദ്യം തന്നെ നമുക്ക് പറയാം ഫാമിലി ആണെന്ന് പറയാം അല്ലെ. അതുപോലെ തന്നെ ടീച്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ കാലഘട്ടത്തിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായാലും ആ ഒരു സ്റ്റേജിലൊക്കെ ആണെങ്കിലും എത്രത്തോളമാണ് ഫാമിലിയെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അവരുടെ എഡ്യൂക്കേഷനിൽ? ഒന്ന് ഷെയർ ചെയ്യാമോ അവർക്ക്? എങ്ങനെയൊക്കെയാണ് ഫാമിലിയെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില്? കുഞ്ഞു കുട്ടികളുടെ കേസ് എടുക്കുക കേട്ടോ, ഒരു 3 വയസ്സ് തുടങ്ങിയുള്ള കുട്ടികളുടെ കേസ് എടുക്കുക. അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഫാമിലി ഇന്ററാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഫാമിലി മുൻനിർത്തി അല്ലെങ്കിൽ ഫാമിലി എന്ത് ചെയ്യുക ആദ്യമായിട്ട് ചില കാര്യങ്ങൾ കൊടുക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൊടുക്കുന്നത്? മുബീന ഒന്ന് പറയാമോ? മുബീന. യെസ് മാം. എങ്ങനെ മുബീന കുട്ടികൾക്ക് ഫാമിലി എന്താണ് കൊടുക്കുന്നതെന്നാണോ എഡ്യൂക്കേഷന്റെ ഇതില്? അതെ, ഫാമിലിയിൽ എങ്ങനെയാണ് ഫാമിലി മുഖേന അല്ലെങ്കിൽ ഫാമിലി എങ്ങനെയാണ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അതായത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻസ് വഹിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഫാമിലിക്ക്? ഇപ്പോ അധികം ഫാമിലീസും കുട്ടികൾക്ക് ചെറിയ ഏജ് തൊട്ട് തന്നെ അവർക്ക് എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മുമ്പൊക്കെ 5 years ആകുമ്പോഴല്ലേ സ്കൂളിൽ ചേർത്തിരുന്നുള്ളൂ. ഇപ്പം 3 years ആകുമ്പോഴന്നെ അവരെ പ്രീ സ്കൂളിൽ ആദ്യം കൊണ്ടുവിട്ട് അങ്ങനെ അവർക്ക് കൊടുക്കും. അല്ലാതെ തന്നെ വീട്ടിൽ തന്നെ അവർക്ക് കുട്ടികൾക്ക് ഓരോ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആയിട്ടും ടോയ്സ് തന്നെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ള ടോയ്സ് ഒരുപാട് കിട്ടാനുണ്ട്. അപ്പൊ അത് വെച്ച് കുട്ടികളെ അതിൽ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട്. കുട്ടികൾക്ക് കളർഫുൾ ആയിട്ടുള്ള ഫാബ്രിക്സ് പോലെയുള്ള ചെറിയ ചെറിയ ടോയ്സ്, അതുപോലെ കളേഴ്സിന്റെ ഷേപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോ പ്രായം ഇപ്പോ പ്രീമെച്യൂർ ബേബീസ് ഉണ്ടാവുമല്ലോ, അവര് ജനിക്കുമ്പം ഇപ്പോ 7 month ജനിച്ച കുട്ടികളാണെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നത് അവർക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ, ഇപ്പൊ കളേഴ്സ് ആണെങ്കിൽ റൂമിൽ കുറച്ച് കളേഴ്സ് ഉള്ള ഇപ്പൊ ബട്ടർഫ്ലൈസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ ഓരോ ഇതുകൾ, അതൊക്കെ വെച്ചു കൊടുക്കുക. അപ്പൊ അവരതിലേക്ക് നോക്കുന്നുണ്ടോ നോക്കുക. അപ്പൊ ഓരോ ഷേപ്സ് അങ്ങനെ ഒരു സ്റ്റെപ്പ് ആയിട്ട് തന്നെ നമ്മൾ ഓരോന്ന് കൊടുക്കണം എന്നാ പറയുന്നത് ഈ പ്രിമച്വർ ബേബീസിന്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ചെറിയ കുട്ടികളാകുമ്പോ അവര് ഇപ്പൊ മൊബൈലിൽ ഒരു ഗെയിം ആണെങ്കിൽ തന്നെ ഇപ്പൊ ചെറിയ കുട്ടികൾ ആദ്യം തന്നെ മൊബൈൽ യൂസ് ചെയ്യുന്നത്. എന്റെ മോന് 3 വയസ്സായി. അപ്പൊ അവന് ചോദിക്കുമ്പോ ഇപ്പൊ മൊബൈലിൽ ഇതുപോലെ എന്തെങ്കിലും ടൂളർ ഗെയിംസുകൾ ഉണ്ടാവും പഠിക്കുന്നതിനെ കുറിച്ച് തന്നെ. ആനിമൽ സൗണ്ട്സ് ആണേലും അതുപോലെ ഇപ്പൊ ലെറ്റേഴ്സ് ആണേലും മാച്ച് ചെയ്യാന്, അതുപോലെ കൗണ്ട് ചെയ്യാന് ഒക്കെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഫാമിലീസിന്ന് ആദ്യം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവര് പ്രീ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവര് നമ്പേഴ്സ് പഠിക്കുന്നുണ്ട്, കളേഴ്സ് പഠിക്കുന്നുണ്ട്, അതുപോലെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിച്ചിട്ട് തന്നെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഇപ്പൊ നിങ്ങള് MT1 സ്റ്റുഡൻസും MT3 സ്റ്റുഡൻസും ഓൾമോസ്റ്റ് പ്രാക്ടിക്കൽസിൽ വന്നതാണ്. നമ്മുടെ പാരന്റ്സ് എങ്ങനെയാണ് കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്നത്? നമ്മൾ എങ്ങനെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു പാരന്റ് എന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള പാരന്റ്സ് ആണ് കുട്ടികൾക്ക് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്? ആരാണ് പറയാ? MT1 MT3 സ്റ്റുഡൻസ് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അവർക്ക് ക്യാരി ചെയ്യാൻ സുഖമുള്ള ഇൻസ്ട്രുമെന്റ്സ് ആവും, അതുപോലെ അട്രാക്റ്റീവ് ആവും കുട്ടികൾക്ക്. അവർക്ക് അത് കാണുമ്പോൾ തന്നെ ഇപ്പൊ പിങ്ക് ടവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബീഡ്സിന്റെ അതൊക്കെ അവർക്ക് കാണുമ്പോൾ തന്നെ അത് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള അപ്പാരറ്റസ്, അതുപോലെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന വിധത്തിലുള്ളത്. പിങ്ക് ടവേഴ്സ് ആണെങ്കിൽ അത് അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഒക്കെ കുട്ടികൾക്ക് ജസ്റ്റ് അങ്ങ് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ പക്ഷെ അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. താഴേന്ന് മുകളിലേക്ക് വരുന്നതോറും അത് ഷേപ്പ് ചെറുതായി വന്നുകൊണ്ടിരിക്കുന്നതും, അതുപോലെ വലിയ ബ്ലോക്കിന്റെ മുകളിൽ ചെറുത് വെച്ച് അങ്ങനെ പോകുന്നു. അതെല്ലാം ചെറുതിന്റെ മുകളിൽ വലുത് വെച്ചാൽ അത് ഫിക്സ് ആവില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യും നേരിട്ട് കുട്ടികൾക്ക് ഇത് കാണുമ്പോ. പിന്നെ അതിന്റെ കളർ അട്രാക്റ്റീവ് ആവും കുട്ടികൾക്ക്.
അങ്ങനെയുള്ള അപ്പാരറ്റസ് ആണ്. അതുപോലെ തന്നെ ആ ഡിവിഷനൊക്കെ ചെയ്യാൻ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ഡിവിഷന്റെ ബീഡ്സ് വെച്ച് ചെയ്യും കുട്ടികൾക്ക് ചെയ്യുമ്പോൾ അവർക്ക് അത് പിന്നെയും ചെയ്യാൻ വേറെ എന്തിനേക്കാളും അവർ സ്വന്തമായിട്ട് തന്നെ എടുത്ത് ചെയ്യും. അങ്ങനെയുള്ള അപ്പാരറ്റസ് ആണ് മോണ്ടിസോറിയിലുള്ളത്. അപ്പോ ഞാനത് കോമൺ ആയിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോ ഇതാണ്, അതായത് പാരന്റ്സ് ആയാലും സ്കൂളായാലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയാലും ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ വളരെയധികം ഇമ്പോർട്ടൻസ് അവര് എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനപ്പെട്ട റോള് അവര് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് സൃഷ്ടിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പൊ നമ്മള് കുട്ടികൾക്ക് ആദ്യമേ തന്നെ, അതായത് 3 വയസ്സ് തുടങ്ങിയുള്ള കുട്ടികൾക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള എൻവയൺമെന്റ്, അതായത് വീട്ടിലെ അന്തരീക്ഷം അതിനുള്ളതാണോ, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്താ പറയാ ഇപ്പോ അവരെ ചിലപ്പോൾ ഡേ കെയറിലാക്കാം അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിലാക്കാം, അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ആക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള അന്തരീക്ഷം, അതായത് എൻവയൺമെന്റ് ഒരുക്കി കൊടുക്കുക. എൻഗേജ്മെന്റിനായിട്ട് അല്ലെങ്കിൽ ഫാമിലിയുടെ എൻഗേജ്മെന്റിനായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ എന്താ പറയാ അവയർനെസ് കിട്ടുന്നതുമായിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സുമായിട്ടും പാരന്റ്സുമായിട്ടും സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഇതും ഫാമിലി എൻഗേജ്മെന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അല്ലെ? അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ എന്ത് വേണം, എപ്പോഴും പാരന്റ്സും ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അത് പാരന്റ്സിനോടായാലും ടീച്ചേഴ്സിനോടായാലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളായാലും നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി, എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡിഫാൾട്ട് കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാറുണ്ട്, കമ്മ്യൂണിക്കേഷനിലൂടെ, ഒരു ഫോൺ വിളിയിലൂടെ നിങ്ങളെ വിളിച്ച് ടീച്ചേഴ്സ് അറിയിക്കാറുണ്ട്, അല്ലെ? ഇതൊക്കെ എന്താണ് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഫാമിലി എൻഗേജ്മെന്റിൽ. അതുപോലെ തന്നെ പാരന്റ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും തമ്മില് കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ വളരെയധികം എന്താ പറയാ ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട്. അതായത് ഓരോ കാര്യങ്ങൾക്കും പാരന്റ്സ് എന്ന രീതിയിൽ അവര് ശരിയായിട്ട് ഗൈഡ് ചെയ്യുക. സ്കൂളിൽ നിന്ന് കുട്ടി വന്നു കഴിഞ്ഞാല് പ്രോപ്പർ ആയിട്ട് അവന് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ, ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പോ എന്താ പറയാ, അത് ചെറിയ കാര്യങ്ങളായിരിക്കും, ചിലപ്പോ പാരന്റ്സ് പോലുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാകാം, സ്കൂൾ ടെക്സ്റ്റ് മുഖേന പഠിപ്പിക്കുന്ന കാര്യങ്ങളായാലും എന്ത് ചെറിയ കാര്യമായാലും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ടാവാന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക, അതായത് ഇപ്പൊ അധ്യാപകരുമായിട്ടും അതുപോലെ തന്നെ പാരന്റ്സുമായിട്ടും ഒക്കെ എന്താണ് നല്ല രീതിയിലുള്ളൊരു എന്താ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാന്ന് പറഞ്ഞു. അപ്പൊ നല്ല രീതിയിലുള്ളൊരു റിലേഷൻ അവിടെ കീപ്പ് ചെയ്യാന്നുള്ളതും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ടീച്ചേഴ്സ് അതായത് കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ പാരന്റ്സിനോട് മാന്യമായിട്ട് ബിഹേവ് ചെയ്യുക, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക, അവരെ റെസ്പെക്ട് ചെയ്യുക, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, പാരന്റ്സിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കേൾക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടേതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ടീച്ചേഴ്സിന് പറയാനുണ്ടെങ്കിൽ അത് പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെയും നല്ല രീതിയിലുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെയും കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അപ്പൊ ഫാമിലിയുടെ എൻഗേജ്മെന്റ്, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് ഫാമിലി എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. അതും കുട്ടികളുടെ വിദ്യാഭ്യാസത്തില് നമുക്കറിയാം, ചില കുട്ടികൾക്ക് എന്താ പറയാ അനാഥരായിട്ടുള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? അവർക്ക് അച്ഛൻ അമ്മ അങ്ങനെയുള്ള ബന്ധങ്ങൾ ആയിരുന്നില്ല. അപ്പൊ അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വേറൊരു തലത്തിലായിരിക്കും പോവുക. കാരണം യാതൊരു സപ്പോർട്ടും ഇല്ലാതെ, അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ല, അച്ഛനും അമ്മയും ഇല്ല കൂടെ. അപ്പൊ ആ കുട്ടിയുടെ ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ചെറുപ്പ കാലഘട്ടം എന്ന് പറയുന്നത് സാധാരണ കുട്ടികളിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. അപ്പൊ എല്ലാ കുട്ടികൾക്കും എന്താ പറയാ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതെ വരിക, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ വളർന്നു വരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഫാമിലി എൻഗേജ്മെന്റിനെ നമ്മുടെ ഈ ഒരു ടെക്നിക്കില് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു എൻവയൺമെന്റ് സൃഷ്ടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. എല്ലാ കുടുംബങ്ങളുടെയും ചിലപ്പോൾ എന്താ പറയാ, ഇപ്പൊ നമ്മളൊക്കെ പലതരത്തിലുള്ള ആളുകളാണ്, അല്ലെ? പല ആളുകൾക്കും പല രീതിയിലുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, പല രീതിയിലുള്ള കൾച്ചർ പിന്തുടരുന്നവരുണ്ടാകും, പല രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുന്നവരുണ്ടാകും,
അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. ചിലപ്പോൾ സാമ്പത്തികമായിട്ട്, അതായത് ഫിനാൻഷ്യൽ ആയിട്ട് ഉയർന്നു നിൽക്കുന്നവരുണ്ടാകും, ഫിനാൻഷ്യൽ ആയിട്ട് ലോ ആവുന്നവരുണ്ടാകും, നല്ല നല്ല ജോലിയുള്ളവരുണ്ടാകും, ജോലി ഇല്ലാത്തവരുണ്ടാകും, ഭയങ്കര കഷ്ടതയിൽ ജീവിക്കുന്നവരുണ്ടാകും, എന്നാൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും ജീവിക്കുന്നവരുണ്ടാകും. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ക്ലാസ് റൂമിൽ നമ്മള് എന്താ പറയാ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് പാടില്ല. എല്ലാ കുട്ടികളും ഒരേപോലെയാണ്. എല്ലാ അച്ഛനമ്മമാരും അവരുടെ ഇപ്പൊ ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സെപ്പറേറ്റ് അവരെ ട്രീറ്റ് ചെയ്യാറുണ്ട് അല്ലെ. പക്ഷെ നമ്മളത് അവിടെ കാണിക്കാനായിട്ട് പാടില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഏർലി ചൈൽഡ്ഹുഡില് ഒരു കുട്ടിയുടെ കുടുംബത്തിന്റെ ഭാഷയോ അല്ലെങ്കിൽ കൾച്ചറോ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ ഒന്നും തന്നെ കടന്നു വരാനായിട്ട് പാടുള്ളതല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും അല്ലെ മിസ്സേ സ്കൂളിലെ യൂണിഫോം ഒക്കെ വന്ന അതുകൊണ്ടായിരിക്കും അല്ലേ മാം? അതെ അതെ, എല്ലാവർക്കും ഈക്വാലിറ്റി അതെ അതെ, യൂണിഫോം ഒക്കെ വന്നത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു ഇത് പറയുന്നുണ്ട്, ഞാൻ മറന്നു പോയത്, കോൺസ്റ്റിറ്റ്യൂഷനില് ഒരു ആർട്ടിക്കിൾ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട്, ഞാനൊന്ന് ഓർക്കുന്നില്ല, ഓർത്തിട്ട് പറയാം കേട്ടോ, ഓർത്തിട്ട് പിന്നെ പറയാം. അതായത് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു കാര്യം പറയുന്നുണ്ട്, 21A, ആർട്ടിക്കിൾ 21A എന്താണെന്ന് അറിയാമോ? 21A കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾ ഓരോരുത്തരും. എല്ലാ കുട്ടികൾക്കും തുല്യമായ വിദ്യാഭ്യാസം നൽകുക എന്നാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്നാണ് പറയുന്നത്. അത് ആർട്ടിക്കിൾ 21A പറയുന്നത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി ആണെന്നാണ് അവിടെ പറയുന്നത്. എല്ലാ കുട്ടികൾക്കും, അതായത് പ്രത്യേകിച്ച് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് 6 തുടങ്ങി 14 വയസ്സ് വരെ. അത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നതാണ് കേട്ടോ, ആ ഒരു ഏജ് എന്ന് പറയുന്നത്. 6 തുടങ്ങി 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി ആണെന്നാണ് പറയുന്നത്. പിന്നീട് കുറച്ചും കൂടി കഴിയുമ്പോൾ ആർട്ടിക്കിൾ 19A ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നിർബന്ധപൂർവമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പാരന്റ്സിന്റെ ഡ്യൂട്ടിയാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, 6 തുടങ്ങി 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുക, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം, നമ്മൾ ജയിലിൽ പോകും. പാരന്റ്സ് എന്ന രീതിയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ, കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട കാര്യം കൊടുത്തില്ലെങ്കിൽ അച്ഛനും അമ്മയും പിടിച്ച് എവിടെ ഇടാം, ജയിലിനുള്ളിലാക്കാം. അതറിയാമായിരുന്നോ നിങ്ങൾക്ക്? അറിയാവുന്ന കാര്യം കേട്ടിട്ടുണ്ട്. പാരന്റ്സിന് ജയിലിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇത്തരത്തില് എന്താ പറയാ, നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിൽ കുറെ കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ നടത്താന്നുള്ളത് കുടുംബങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട്, ഒരു കുട്ടിയുടെ ഫാമിലി അല്ലെങ്കിൽ ആ കുട്ടിയുടെ പാരന്റ്സുമായിട്ട് സ്ഥിരമായിട്ടുള്ളതും പെർമനന്റ് ആയിട്ടുള്ളതും ഓപ്പൺ ആയിട്ടുള്ളതുമായ കമ്മ്യൂണിക്കേഷൻ നടത്തുക. അതായത് ഒരു കാര്യവും എന്താ പറയാ, ഒരു മറയുമില്ലാതെ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും, ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം വന്നു, ആ കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അതൊരിക്കലും എന്ത് ചെയ്യരുത്, ടീച്ചേഴ്സ് അവിടെ മറച്ചു വെക്കാനായിട്ട് പാടില്ല. അവരെന്ത് ചെയ്യും, ഒപ്പം തന്നെ പാരന്റ്സിനെ വിളിക്കൂലേ, റിപ്പോർട്ട് ചെയ്യൂലേ, ചെയ്യാതിരിക്കാറുണ്ടോ അവര്? വിളിക്കും മിസ്സേ. അപ്പൊ തന്നെ എന്ത് ചെയ്യും, പാരന്റ്സിനെ വിളിച്ച് തുറന്നു പറയൂ അല്ലെ, ഇങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു തെറ്റ് കുട്ടി ചെയ്തിട്ടുണ്ടോ എന്ന് അവര് തുറന്നു പറയും. അപ്പൊ എന്താ പറയാ, അത് ഓപ്പൺ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിലൂടെ കുട്ടികളുടെ ഡെവലപ്മെന്റ്, അതായത് കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റുകൾ ഉണ്ടെങ്കിൽ, അതായത് ആ കുട്ടി ക്ലാസ് റൂമിൽ നല്ല ആക്റ്റീവായിട്ട് വരുന്നു, എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് മേടിക്കുന്നു, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നല്ല എൻഗേജ്മെന്റ് ഉണ്ട് കുട്ടിക്ക്, ഇതൊക്കെ കുട്ടിയുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. അപ്പം അതും എന്ത് ചെയ്യാം, ഓപ്പൺ ആയിട്ട്
പാരന്റ്സിനോട് പറയാം. ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് ആരെ അറിയിക്കാം? പാരന്റ്സിനെ അറിയിക്കാവുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ആശങ്കകൾ, കൺസേൺസ്, അതായത് ഇതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിലോ അതും എന്ത് ചെയ്യാം? പാരന്റ്സുമായിട്ട് ഷെയർ ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും ചാലഞ്ചസ്, ഇപ്പൊ കുട്ടിയെ നേരെയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എത്ര പറഞ്ഞിട്ട് കുട്ടി കേൾക്കുന്നില്ല, ക്ലാസ് റൂമിൽ എപ്പോഴും കുട്ടി ഭയങ്കര വർത്തമാനമാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ ഇൻവോൾവഡ് ആണെങ്കിൽ അതെന്താണ്? ചാലഞ്ചസ് ആയിട്ട് വരുവാണ് അല്ലെ. അപ്പൊ അതും എന്ത് ചെയ്യാം? ഈ ഒരു പാരന്റ്സിനോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള പതിവായിട്ടുള്ള അപ്ഡേഷനിലൂടെ, അതായത് ഓരോ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പാരന്റ്സിനായാലും അതുപോലെ അവരുടെ ഫാമിലിക്കായാലും അറിയാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കുടുംബങ്ങളെ ഉൾപ്പെടുത്തുക. ഡിസിഷൻ എടുക്കുന്നതിൽ ഫാമിലീസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക. കുട്ടികളുടെ പഠനം, അതുപോലെ കുട്ടികളുടെ ഡെവലപ്മെന്റ്, കുട്ടികളുടെ വെൽഫെയർ എന്നിവയെ കുറിച്ചിട്ടുള്ള ഡിസിഷൻസിൽ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ കുട്ടിയുടെ കുടുംബം തന്നെയാണ് അല്ലെ, ഫാമിലിയാണ്. അപ്പൊ സ്കൂളിൻ്റെതായിട്ടുള്ള വിഷയങ്ങളിൽ വരുമ്പോഴും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു എന്ന് വിചാരിക്കാം, ആ കുട്ടിയുടെ പ്രധാനപ്പെട്ട തീരുമാനം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് സ്കൂളിനെയും കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യണം? കുടുംബത്തിനാണ് അല്ലെങ്കിൽ ഫാമിലിക്കാണ് അവിടെ കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് ആയാലും ആ കുട്ടിയുടെ വെൽഫെയർ ആയാലും ഫാമിലിയുടെ എൻഗേജ്മെന്റിനാണ് അല്ലെങ്കിൽ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റിനാണ് ഇവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇന്ററാക്ട് ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുക. പല ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക? ഒരുക്കി കൊടുക്കുക. അതായത് സന്നദ്ധ സേവനം, സോഷ്യൽ വെൽഫെയർ സ്കീം പോലുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക. പിന്നെ പലതരത്തിലുള്ള ഇവന്റുകളിൽ പങ്കെടുക്കുക. പിന്നെ പലതരത്തിലുള്ള വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുക. പിന്നെ ക്ലാസ് റൂം കമ്മ്യൂണിറ്റി പ്രോഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികളെ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത് ഫാമിലി എൻഗേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയെയും അവരുടെ കാഴ്ചപ്പാടുകളെയും ബഹുമാനിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഓരോ കുടുംബത്തിന്റെയും, അതായത് ഓരോ കുടുംബത്തിനും ഓരോ ഫാമിലിക്കും അവരുടേതായിട്ടുള്ള സംസ്കാരം, കൾച്ചർ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ഭാഷ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അതിലേക്ക് എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യേണ്ടത് സ്കൂളിന്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ഒരു വക്കീലായിട്ട് പ്രവർത്തിക്കുക. സ്കൂൾ അല്ലെങ്കിൽ ടീച്ചർ ആരായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്? ഒരു വക്കീൽ അല്ലെങ്കിൽ അഭിഭാഷകനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. കുട്ടികളെയും കുടുംബങ്ങളെയും അവരുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി വാദിച്ചുകൊണ്ട് ഒരു വക്കീലായിട്ട് പ്രവർത്തിക്കുക. കുട്ടികൾക്ക് പലതരത്തിലുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലെ. പലതരത്തിലുള്ള ബാലാവകാശ കമ്മീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാലാവകാശ കമ്മീഷൻ കേട്ടിട്ടുണ്ടോ? ആ മിസ്സേ, കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ബാലാവകാശ കമ്മീഷൻ രൂപപ്പെട്ടിട്ടുള്ളത്? കുട്ടികളുടെ എല്ലാ ആക്ടിവിറ്റീസും, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ എന്താ പറയാ, എല്ലാത്തിനും വേണ്ടിയിട്ട് രൂപം കൊള്ളുന്ന 2005 തോന്നുന്നു, എന്റെ മെമ്മറി ശരിയാണെങ്കിൽ 2005 ഇത് വന്നത്. അവരുടെ പഠനം, അവരുടെ കരിയർ, അവരുടെ ക്യാരക്ടർ, എല്ലാത്തിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. 2005 എനിക്ക് തോന്നുന്നത്, മറന്നുപോയി. അതായത് കുട്ടികൾക്ക് ചില റൈറ്റ്സും കാര്യങ്ങളും ഉണ്ടല്ലേ. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. അവരെ ജോലി എടുപ്പിക്കാനൊന്നും പാടില്ല അല്ലെ. ബാലവേല ഒന്നും ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല അല്ലെ. അത് ചെയ്താൽ, അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ? കുട്ടികളെ ജോലി എടുപ്പിച്ചു കഴിഞ്ഞാല്, പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കൂലിവേലയ്ക്കൊക്കെ വിടുവാണെങ്കിൽ എന്താണ് ശിക്ഷ? അതിന് 3 വർഷം വരെ തടവാണെന്നാണെന്ന് എന്റെ ഓർമ്മ. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും, 3 വർഷം വരെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തടയുന്നതിന് ബാലവേല കൂടുതലായിട്ട്, ചൈൽഡ് ലേബർ കൂടുതലായിട്ട് നിലനിന്നിരുന്ന കാലത്താണ് ബാലാവകാശ കമ്മീഷൻ ഫോം ചെയ്തത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളൊക്കെ, റൈറ്റ്സ് ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് രൂപം കണ്ടിട്ടുള്ള ഒരു സംഘടനയാണ് ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്.
അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങളും അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വക്കീലായിട്ട് പ്രവർത്തിക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? സ്കൂളിന്റെ ഡ്യൂട്ടിയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് സ്കൂളും അതുപോലെ തന്നെ ഫാമിലിയും കൂടി ഒരുമിച്ച് എൻഗേജ് ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് ഇന്ററാക്ട് ചെയ്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാകും. ഓക്കെ, ഏകദേശം ഒരു ധാരണ കിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് PDF-ലോട്ട് വരാം അല്ലെ. PDF ഒന്ന് വായിക്കുക, എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായവര് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് സമയം തരാം. 10 പേജ് ഒന്ന് വായിക്കുക. ചെയ്യുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ.
റീഡ് ചെയ്തോ? സോഷ്യൽ സർവീസ് പേഴ്സണൽ വരെ വായിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് പോയിന്റ് വരെ സോഷ്യൽ സർവീസ് പേഴ്സണലിലെ ഫസ്റ്റ് പോയിന്റ് വരെ. വിനിത അനൂപേ, വിനിത എന്താ മിസ്സേ? എന്താണ് വിനീത വായിച്ചിട്ട് മനസ്സിലായത്? മിസ്സേ എനിക്കിപ്പം ഞാൻ ക്ലാസ് കയറി ഇപ്പം PDF പക്ഷെ ഞാനിപ്പം ഫ്രണ്ടിന്റെ വീട്ടിലാണ്. ഓക്കെ ഓക്കെ, മനസ്സിലായവരാരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, എന്താണ് ഫസ്റ്റ് പേജ് വായിച്ചിട്ട് പിടികിട്ടിയത് പോയിന്റ്സ്? ആർക്കും വേണമെങ്കിലും പറയാം കേട്ടോ. ഈ ചിൽഡ്രൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആരൊക്കെയാണ് പങ്കാളികളാവുന്നത്? ആരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഒരു കുട്ടിക്ക് മതിയായ രീതിയിൽ എഡ്യൂക്കേഷൻ ലഭിക്കുന്നത്? ഒരാള് പറയൂ, ഒരാള്. ജിൻസി പോള് പറഞ്ഞേ, ആരൊക്കെയാ? ജിൻസി പോൾ. പ്രധാനമായിട്ടും ജില്ലാ ഭരണാധികാരികൾ, അതുപോലെ അധ്യാപകര്, പിന്നെ അധ്യാപനത്തിന് സഹായിക്കുന്നവര്, അതുപോലെ സോഷ്യൽ സ്റ്റാഫുകളെല്ലാം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തില് ഫാമിലീസിനൊക്കെ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ആൾക്കാർ. അങ്ങനെയല്ല, മീൻസ് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഈ ഫാമിലീസിനെയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഈ ഫാമിലീസിനും സ്റ്റാഫിനും കിട്ടും. അതായത് നമ്മുടെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും? റേച്ചൽ, മായ, എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് കുട്ടികളുടെ നല്ല അവര് നല്ല ഒരു തലമുറ വരാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ടീച്ചർ, അസിസ്റ്റന്റ്, സോഷ്യൽ സ്റ്റാഫ് അവരെല്ലാം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അവര് ശരിയായിട്ട് പ്ലാൻ ചെയ്യും. അതായത് ഫാമിലിയിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇന്ന ഇന്ന മാറ്റം വരും. ബിക്കോസ് സത്യം പറഞ്ഞാൽ അവര് ഒരു നല്ലൊരു പീസ്ഫുൾ ആയിട്ട് അറ്റ്മോസ്ഫിയർ ആണോ, ഓരോ കാര്യത്തെ കുറിച്ച് നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചപ്പോൾ എന്തൊക്കെയോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് നല്ലൊരു പ്ലാനിങ് വേണം. അതായത് മാനേജ്മെന്റിന് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അതായത് അവർക്ക് നല്ല റിസൾട്ട് വേണം ശരിക്കും പറഞ്ഞാൽ. അതിനു വേണ്ടിയിട്ട് അവര് എല്ലാ പോയിന്റിലും അവർ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കും. അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് വീട്ടിൽ. ഒരു കുട്ടി ഡെസ്പായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ടാണ് അത് ഡെസ്പായതെന്ന് ശരിക്കും പറഞ്ഞാൽ ടീച്ചർ അന്വേഷിക്കും. നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി, എക്സാമ്പിൾ പറഞ്ഞാണ്, എനിക്ക് അങ്ങനെയൊക്കെ തോന്നി വായിച്ചപ്പോ. അതുപോലെ അങ്ങനത്തെ അപ്പം ഈ ടീച്ചേഴ്സും പാരന്റ്സും നമ്മൾ നല്ലൊരു ബോണ്ടിങ് വന്നു അവിടെ. അത് ശരിക്കും പറഞ്ഞ ഈ അഡ്മിനിസ്ട്രേഷന്റെ ഒരു നല്ലൊരു ഭരണത്തിന്റെ ആ ഒരു ഇത് ആണ്. അതുപോലെ പിന്നെന്താ, അവരുടെ കമ്മ്യൂണിറ്റി, അവരിടപെടുന്ന സാഹചര്യങ്ങൾ അങ്ങനെ. അപ്പം ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു പാരന്റ് ഈ ഫ്രീ ആയിട്ട് ടീച്ചറിനോട് വിളിച്ചു പറയാൻ പറ്റണം. മീൻസ് അങ്ങനെ ഒരു ഫ്രണ്ട്ലി ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ
ക്രിയേറ്റ് ചെയ്യണം. അതൊക്കെയാണ് എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയത്. റേച്ചലൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. റേച്ചൽ, വിനീത, എന്താണ് പറയാനുള്ളത്? അതൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതായത് ജില്ലാ ഭരണാധികാരികൾ എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ഉയർന്ന തലത്തിലുള്ള ഓഫീസേഴ്സ് വരാം, എഇഒ പോലുള്ളവര്, ടിഒ പോലുള്ളവര്, അതുപോലെ മാനേജ്മെന്റ്, അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിൽ നിൽക്കുന്നവരെയാണ് നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടീച്ചർമാര്, പിന്നെ ടീച്ചേഴ്സ് അസിസ്റ്റന്റ്, സോഷ്യൽ സ്റ്റാഫുകള്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഇവരൊക്കെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷനില് ഫാമിലീസിനെ എൻഗേജ് ചെയ്യാനുള്ള ക്രൂഷ്യൽ റോള് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പ്ലാനിങ്ങോട് കൂടിയാണ് നടത്തുന്നത്. ഇത് സ്റ്റാഫുകൾക്കായാലും ഫാമിലീസിനായാലും ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നാണ് ഈ പ്ലാനിങ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ. കുട്ടികളുടെ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫോർമാറ്റ് കൂടി ചേർന്നിട്ടാണ് ഒരു കുട്ടിയെ നമ്മള് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതെന്ന് നേരത്തെ തന്നെ ആര് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇത്തരത്തിലുള്ള ആളുകൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലാനുകൾ നടപ്പിലാക്കാറുള്ളതും ഇത്തരത്തിലുള്ള ആളുകളുടെ മേൽനോട്ടത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ സൂപ്പർവിഷനിലാണ് അത് നടപ്പിലാക്കുന്നത്. അതാണ് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് കേട്ടോ. ഡിസ്ട്രിക്ട് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻസ് എന്ന് പറഞ്ഞിട്ട് താഴെ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ് എന്താണെന്ന് നോക്കാം. Provide the structure to ensure that the families have meaningful engagement opportunities. അതായത് എന്താ പറയാ, കുടുംബങ്ങൾ മീനിങ്ഫുൾ ആയ എൻഗേജ്മെന്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഓരോ ഫാമിലീസിനും എന്തുണ്ട്? ഓരോരോ പർപ്പസ് ഉണ്ട്. അതായത് ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്നതില്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഡെവലപ്പ് ചെയ്യുന്നതില് ഓരോ ഫാമിലിക്കും എന്തുണ്ട്? നിർണായകമായിട്ടുള്ള പങ്കുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ മക്കളുണ്ട് അല്ലെ. നിങ്ങളുടെയൊക്കെ മക്കളുടെ കാര്യം ആരാണ് നോക്കുക? നിങ്ങളല്ലേ നോക്കുന്നേ? മറ്റാരെങ്കിലും വരുമോ നോക്കാനായിട്ട്? വരുമോ? ഒരിക്കലും ഇല്ല അല്ലെ. നമ്മളാണ് നമ്മുടെ കുട്ടികളുടെ ഭാവി നോക്കുന്നത്. അപ്പൊ നമ്മളാണ് അവരെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മളാണ് അവരെ വളർത്തിയെടുക്കുന്നത്. അപ്പോ ഈ കുടുംബങ്ങൾക്ക്, അല്ലെങ്കിൽ ഓരോ ഫാമിലീസിനും എന്തുണ്ട്? മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ തയ്യാറാക്കുന്നതും ആര് തന്നെയാണ്? ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ് provide opportunities for professional development training for all staff, including themselves, on work with children and families from diverse backgrounds, socio-economic status, race and ethnicity, development abilities. Training on promoting and sustaining family engagement should also be provided. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, വിവിധ പശ്ചാത്തലങ്ങളിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളായിരിക്കാം സ്കൂളിലേക്ക് വരിക അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലരുടെയും കൾച്ചർ വേറെയാണ്, റിലീജിയൻ വേറെയാണ്, കാസ്റ്റ് വേറെയാണ്, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് വേറെയാണ്, അവരുടെ റേസ് വേറെയാണ്, അതുപോലെ അവരുടെ എബിലിറ്റീസും അതും വേറെ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാതെ, അതായത് ഓരോരുത്തരെയും നമ്മൾ മാറ്റി നിർത്തരുത്. അവന്റെ ഭാഷ ഏതാണ്, അല്ലെങ്കിൽ അവൻ ഇത്ര ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ളൂ, അല്ലെങ്കിൽ അവൻ ഇത്ര സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും കുട്ടികളെ തമ്മിൽ വേർതിരിച്ചു നിർത്താനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്ത് കൊടുക്കണം? നമ്മള് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ നൽകണം എന്നും കൂടി ഇതിനകത്ത് പറഞ്ഞു വരുന്നുണ്ട് അല്ലെ. ഓരോ സ്കൂളിൽ നോക്കിയാലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും, പലതരത്തിലുള്ള കുട്ടികളാണ് അവിടെ വരുന്നത് അല്ലെ. റിലീജിയൻ ബേസ് പലതായിരിക്കാം, കാസ്റ്റ് നോക്കുമ്പോൾ പലതായിരിക്കാം, ഇക്കണോമിക് സ്റ്റാറ്റസ് പലതായിരിക്കാം, അങ്ങനെ എന്താ പറയാ, പലതരത്തിലുള്ള കൾച്ചറിൽ നിന്നുള്ളവരായിരിക്കാം, പലതരത്തിലുള്ള നിറങ്ങളുള്ളവരായിരിക്കാം അല്ലെ. കറുപ്പ് നിറമുള്ളവരൊക്കെ ഇവിടെ വരുന്നുണ്ട്, സ്കൂളിലേക്ക് വരുന്നുണ്ട് അല്ലെ. ആ ഒരു വിവേചനം, അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മൾക്ക് കാണിക്കാൻ പറ്റുമോ? സ്കൂള് അധികൃതര് കാണിക്കാനായിട്ട് പറ്റുമോ? മനസ്സിലായില്ലേ? അങ്ങനെ കാണിക്കാൻ പറ്റില്ല, ഒരിക്കലും കാണിക്കരുത്, ഒരിക്കലും കാണിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇതൊന്നും നമ്മൾ നോക്കാനായിട്ട് പാടില്ല. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്താണ്? സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, റേസ് ആൻഡ് എത്നിസിറ്റി, ഡെവലപ്മെന്റ് എബിലിറ്റീസ്, ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ ലാംഗ്വേജ്, ഇതൊന്നും നമ്മൾ നോക്കാതെ എല്ലാവർക്കും തുല്യമായിട്ട് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം? ഡെവലപ്മെന്റ്
കൊടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ. ടീച്ചേഴ്സ് ആൻഡ് അസിസ്റ്റൻസ്, ആ ഒരു ഹെഡിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് എ വെൽക്കമിങ് എൻവയൺമെന്റ് ഫോർ ഓൾ ഫാമിലീസ് വിത്തിൻ ദ ക്ലാസ്. ഓക്കെ, അതായത് എല്ലാ ഫാമിലീസിനും വെൽക്കമിങ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് നമ്മൾ ഒരുക്കി കൊടുക്കണം. എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആർക്കും തമ്മിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല. എല്ലാവരെയും എന്ത് ചെയ്യുന്നു, എല്ലാ ഫാമിലീസിനെയും, ഓരോ കുട്ടിയുടെ ഫാമിലീസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, വെൽക്കം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, seek out information about their students, lives, families, communities and integrate this information into their instruction. Encourage and support families in creating and sustaining a home environment that values learning. അതുപോലെ തന്നെ ഫാമിലി എൻഗേജ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവസരം നൽകണം. അതായത് എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് ഫാമിലീസ് ആയിക്കോട്ടെ, പല കമ്മ്യൂണിറ്റീസ് ആയിക്കോട്ടെ, എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് എൻകറേജ് ചെയ്യണം. അതായത് ആ ഫാമിലിയെ, ആ കുട്ടിയുടെ കാര്യത്തില് ചില കാര്യങ്ങൾ, ചില ഡ്യൂട്ടീസ് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഫാമിലിയെ നമ്മൾ ഒരുക്കിയെടുക്കണം, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു സ്കൂളിലേക്ക് പല പാരന്റ്സും വരുന്നതാണ്, PTA മീറ്റിംഗ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് പാരന്റ്സ് തമ്മിൽ ഒത്തുകൂടുന്നത്. അപ്പോ എല്ലാ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ആർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള കൺസേൺ ഒന്നുമില്ല. എല്ലാ പാരന്റ്സിനെയും ഒരുപോലെ തന്നെയാണ് എപ്പോഴും ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, അവർക്ക് റെസ്പെക്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കൺസിഡർ ചെയ്യുക, അല്ലെ. ആർക്കും പ്രത്യേകിച്ച് എന്താണ് വലിയതായിട്ട് ആർക്കും കൂടുതലായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറവായിട്ട് കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഈക്വൽ ആയിട്ടാണ് അവരെ പരിഗണിക്കുന്നത്. ഓരോ കുട്ടിയെയും ഓരോ കുട്ടിയെയും ടീച്ചേഴ്സ് ഒബ്സർവ് ചെയ്തതിനു ശേഷം അവരുടെ കുറവുകളും കൂടുതലുകളും, എന്തൊക്കെയാണ് കഴിവുകൾ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അത്, അതൊക്കെ മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്തതിനു ശേഷമാണ് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, പാരന്റ്സിനോട് ഷെയർ ചെയ്യുക. ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ഫാമിലി അല്ലെങ്കിൽ പാരന്റ്സ് എന്ത് ചെയ്യണം. ഇവിടെ ഈ ഫാമിലി എന്ന് പറയുന്നത് പാരന്റ്സ് തന്നെയാണ് കേട്ടോ, രണ്ട് വ്യത്യാസമൊന്നുമില്ല. പിന്നെ കുടുംബം എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും കൂടി എന്ത് ചെയ്യണം, കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോഷ്യൽ സർവീസ് പേഴ്സണൽ, അവിടെ എന്താണ് പറയുന്നത് നോക്കാം. Advance a sense of community by providing local organization and the business with information on the personal preschool program. This encourage community buy-in and cooperation. അതുപോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള ആളുകളുമായിട്ട്, അതായത് ഒരു സ്കൂള് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിയെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് വിടുമ്പോൾ അവിടെ പലതരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾക്ക് ഇന്ററാക്ഷൻ വരാം, അല്ലെ. അതായത് ഇപ്പോ ജില്ലാ ഭരണാധികാരികൾ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസികൾ, അല്ലെങ്കിൽ ഗവൺമെന്റ് പേഴ്സണൽസ്, അതുപോലെ സ്കൂളിലെ മാനേജ്മെന്റ്, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും, അതായത് എന്താ പറയാ, കുട്ടികളുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചറിയേണ്ടതുണ്ട്. കുട്ടിയുടെ ചുറ്റുപാട് എന്താണ്, കുട്ടിയുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അന്വേഷിച്ചറിഞ്ഞ് വേണ്ട രീതിയിലുള്ള നടപടികൾ നമ്മൾ എടുക്കേണ്ടത് കൂടി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ മാം. മനസ്സിലായോ? കുറച്ച് ടഫാണ് കേട്ടോ. ലാസ്റ്റ് ഒന്നുകൂടെ പറയുമോ? അതായത് കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ആളുകളെയും നമ്മൾ പങ്കെടുപ്പിക്കണം. അതുപോലെ തന്നെ കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടിയുടെ ചുറ്റുപാടുകൾ, അവന്റെ ഫാമിലി നല്ല രീതിയിലുള്ളതാണോ, അല്ലെങ്കിൽ അവൻ വരുന്ന ചുറ്റുപാട് ഒക്കെയാണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തില് ധാരാളം കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക, റെഡിയാക്കി കൊടുക്കുക. മനസ്സിലായോ? അർപ്പം ഈ പോയിന്റ് ഒന്ന് വിനീത പ്രേം ഒന്ന് വായിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. അടുത്ത പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
ഒരാളൊന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേ. ചോദിച്ചിട്ട് മിണ്ടുന്നില്ല. ഒരാളൊന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. കണ്ടക്ട് ഹോം വിസിറ്റ് എന്താ പറയുന്നത്? ഒന്ന് പറയാമോ മായ? ടീച്ചേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് ആണോ സോഷ്യൽ സർവീസ് പേഴ്സണൽ? സോഷ്യൽ സർവീസ് പേഴ്സണലിലെ രണ്ടാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് കണ്ടക്ട് ഹോം വിസിറ്റ് ആണ് മാം, അതാണ് ഉദ്ദേശിച്ചത്. കണ്ടക്ട് ഹോം വിസിറ്റ് ആൻഡ് ഹോസ്റ്റ് family meeting in district in order to foster a sense of security and trust on the family's end. നമ്മൾ കുട്ടികളുടെ വീട് വിസിറ്റ് ചെയ്തിട്ട് അവരുടെ ചുറ്റുപാടുകളെ കുറിച്ചെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അവർക്ക് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണോ, അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണോ, അവരുടെ ഡെവലപ്മെന്റിന് ആവശ്യമായ അറ്റ്മോസ്ഫിയർ ആണോ, കുട്ടികൾക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതെയോ ഇപ്പൊ ഇങ്ങനെ അവര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ആണോ അവർക്കുള്ളത്. ഇപ്പം ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവാം. ചിലർക്ക് അച്ഛനുണ്ടാവില്ല, ചിലർക്ക് അമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പോവർട്ടി, അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അത് ഏതാണെന്ന് മനസ്സിലാക്കി അവരുമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം. ഓഫർ എ വെറൈറ്റി ഓഫ് ട്രെയിനിങ് ആൻഡ് മീറ്റിംഗ് ഓൺ ടോപ്പിക്സ് ദാറ്റ് സപ്പോർട്ട് ദ നീഡ്സ് ഓഫ് ഫാമിലി. ഫാമിലി മെമ്പേഴ്സിന് ഇങ്ങനെ മീറ്റിംഗ്സും ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. അപ്പൊ അവര് അതിൽ വന്നിട്ട് അവരെ മാക്സിമം അവെയർ ചെയ്യിക്കുക, കുട്ടികളെ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ചില ഫാമിലീസിലൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ പിള്ളേർ ഒരുപാട് തല്ലുന്ന ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം അതിനൊക്കെ ഒത്തിരി കുറവ് വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ മോണ്ടിസോറിയിലാണെങ്കിലും കുട്ടികളെ മനസ്സിലാക്കണം, പറഞ്ഞു മനസ്സിലാക്കി ചെയ്യിക്കുക. അതുപോലെ പാരന്റ്സിനെ കൂടുതൽ അവെയർ ആക്കുക. കുട്ടികളുടെ ഡെവലപ്പ് ഇങ്ങനെ ആയിരിക്കണം, അവരുടെ ഫാമിലി ഒരുപാട് അവരുടെ ഡെവലപ്മെന്റിൽ ഫാമിലി ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അവരെ മനസ്സിലാക്കിക്കുക. The goal of training should be improve understanding, increase the knowledge and help form a bond between the district, families and community. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ലൊരു ബോണ്ട് ഉണ്ടാവും. ഫാമിലീസും ടീച്ചേഴ്സ് ആണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും വളർന്നു വരുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു എന്താ പറയാ സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ ദം. അതാണ് മിസ്സേ മനസ്സിലായത്. അടുത്ത പോയിന്റ് നോക്കാം. ഓഫർ എ വെറൈറ്റി ഓഫ് ട്രെയിനിങ് ആൻഡ് മീറ്റിംഗ്സ് ഓൺ ടോപ്പിക്സ് ദാറ്റ് സപ്പോർട്ട് ദ നീഡ്സ് ഓഫ് ദ ഫാമിലി. The goal of the training should be improve the understanding, increase the knowledge and help from a bond between the district, families and the community. അതായത് കുടുംബത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കുടുംബത്തിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചിട്ട് ഈ ഫാമിലീസിന് വേണ്ടി നമ്മൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള വൈവിധ്യമാർന്നിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകള് അതുപോലെ തന്നെ മീറ്റിങ്ങുകളൊക്കെ നമുക്ക് കൊടുക്കാറുണ്ട്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഫാമിലിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ആവശ്യത്തിന് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുക, അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അതുപോലെ മീറ്റിംഗ്സുകളൊക്കെ വെച്ച് കൊടുക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഇതിലൂടെ അവരുടെ അവയർനെസ് വർദ്ധിക്കും, അവരുടെ അറിവ് വർദ്ധിക്കും. അതുപോലെ തന്നെ ജില്ലാ ഭരണാധികാരികളും സൊസൈറ്റിയും അല്ലെങ്കിൽ പാരന്റ്സും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കും. അപ്പൊ നമ്മുടെയൊക്കെ ചില ആളുകളുടെ ഒരു ഇതാണ്, അതായത് ഈ ഒഫീഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഓഫീസേഴ്സ് ഒക്കെ വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓഫീസർമാരൊക്കെ ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരൊന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് ഭയങ്കര പ്രയാസമാണ് മറുപടി പറയാൻ. അപ്പൊ അതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു. ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്താണ്, ഒരുപാട് മാറി അല്ലെ. എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ടാണ്. ഏതൊരു ഓഫീസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും പല ആളുകളും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഫാമിലീസ് ആയാലും അതുപോലെ ഇങ്ങനെയുള്ള ഓഫീസേഴ്സ് ആയാലും അവർ തമ്മിൽ പരസ്പരം ഒരു ബന്ധം ഉണ്ടായിരിക്കുക, തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആ ഒരു പോയിന്റ് മാത്രമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും ഒക്കെ സംഘടിപ്പിക്കുക എന്നുള്ളതും ഇവര് പേഴ്സണൽസുമായിട്ടും അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകളുമായിട്ടും പാരന്റ്സുമായിട്ടും എന്താ പറയാ നല്ല രീതിയിലുള്ള ബന്ധം ഉണ്ടാകുന്നതും ഇത്തരത്തിലുള്ള ഫാമിലി എൻഗേജ്മെന്റിന് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആവും. ഓക്കെ ആണോ? ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിക്കുക കേട്ടോ.
ഇത്ര മതി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതൊന്ന് റീഡ് ചെയ്യാം ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും കമ്പൽസറി ആയിട്ട് എഴുതണമെന്ന്. ഞാൻ എഴുതിയിട്ടുണ്ട്, വായിക്കാം. ഓക്കെ, ഞാൻ അല്ലാതെ വേറെ ആരെങ്കിലും വായിക്കുന്നു ഉണ്ടെങ്കിൽ വായിക്കാട്ടോ. ഞാൻ ജസ്റ്റ് ചോദിച്ചു. നെക്സ്റ്റ് ഞാൻ ക്ലാസ്സിൽ തന്നെ വായിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റുള്ളവർ കൂടി ഒന്ന് എഴുതുമെന്ന് നോക്കട്ടെ ഇനി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ മായ? ഓക്കെ മാം, കുഴപ്പമില്ല. ഞാൻ മിസ് പറഞ്ഞ് എഗ്രി ചെയ്തങ്ങിരുന്നു പോയത്. ഓക്കെ, അത് നിങ്ങൾ എല്ലാവരും തന്നെ എഴുതിക്കൊണ്ട് വരും. ഇപ്പൊ ഇതിനകത്ത് 25 പേരെന്തുണ്ട്, 26 പേരെന്തുണ്ട്. എല്ലാവരും NEP കുറിച്ച്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, അതിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കി കൊണ്ടുവരിക. മാം, അതിൽ പറയുന്ന 4 സ്റ്റേജുകളാണോ? അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒരു 4 സ്റ്റേജസ് പറയുന്നുണ്ട് കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ. അതാണോ? അത് തന്നെ. ഓക്കെ, അത് എഴുതിയിട്ടുണ്ട് മാം. വെയിറ്റ് ചെയ്യാം, മറ്റുള്ളവരെ എഴുതിക്കൊണ്ട് വരട്ടെ കേട്ടോ, എന്നിട്ട് നോക്കാം നമുക്ക്. ഓക്കെ മാം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. ഹാപ്പി വിഷു, അഡ്വാൻസ് ഹാപ്പി വിഷു മാം. Same to you, ma'am. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു മാം.